ഇന്നും മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് കേരള ലോട്ടറി. സമ്മാനം ലഭിച്ച് ഭാഗ്യ താരകങ്ങളായവർ മാത്രമല്ല, പതിനായിരക്കണക്കിന് ആളുകളാണ് കേരള ലോട്ടറിയിലൂടെ ജീവിതം കരുപ്പിടിപ്പിക്കുന്നത്. 1.5 ലക്ഷത്തോളം ഏജന്റുമാരും സബ് ഏജന്റുമാരും വിൽപ്പനക്കാരും ലോട്ടറിയിലൂടെ അവരുടെ ജീവിതമാർഗം കണ്ടെത്തുന്നു. ഇവരുടെ ക്ഷേമത്തിനായി ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡും പ്രവർത്തിക്കുന്നുണ്ട്. ഇതേക്കുറിച്ചൊന്ന് അറിഞ്ഞു വന്നാലോ? ജില്ലാ ഓഫീസുകളിൽ നിന്നാണ് ഏജന്റുമാർ ടിക്കറ്റുകൾ വാങ്ങുന്നത്. ഓരോ ഏജന്റിനും നിശ്ചയിച്ചിട്ടുള്ള എണ്ണം ഭാഗ്യക്കുറികളാണ് വിവിധ ജില്ലാ ഓഫീസുകളിൽ നിന്നും വാങ്ങാൻ കഴിയുക. ഓരോ ഏജന്റിനും നൽകുന്ന ഭാഗ്യക്കുറിയുടെ എണ്ണം, അവയുടെ നമ്പറുകൾ എന്നിവ ഓഫീസിൽ രേഖപ്പെടുത്തും. നറുക്കെടുത്ത ഉടൻ തന്നെ സമ്മാനം ലഭിച്ചത് ഏത് ഏജന്റ് വിറ്റ ടിക്കറ്റിനാണെന്ന് അപ്പോൾ തന്നെ അറിയാൻ കഴിയും. ഇത് തത്സമയം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. SV 602245 എന്ന ടിക്കറ്റ് വിൽപ്പന നടത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ ഏജന്റായ ശ്രീ രാകേഷ് കെ, ഏജൻസി നമ്പർ M4638. സംസ്ഥാനത്തുടനീളം പ്രവർത്തിക്കുന്ന വിവിധ ഏജൻസികളുടെ ഷോപ്പുകൾ, സബ് ഏജന്റുമാരുടെ വിൽപ്പന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങൾ വഴിയും ലോട്ടറി കച്ചവടക്കാർ നേരിട്ടും ടിക്കറ്റുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. പൊതുനിരത്തുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷൻ, ആരാധനാലയങ്ങളുടെ പരിസരം, ഉത്സവപ്പറമ്പുകൾ, പാർക്കുകൾ, ഓഫീസ് പരിസരം തുടങ്ങി എല്ലായിടത്തും കേരള ലോട്ടറി ലഭ്യമാണ്. ഞാൻ ഇപ്പോൾ 2 ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു. മുമ്പ് എന്നെ കൊണ്ടത് പറ്റില്ലായിരുന്നു. ഇപ്പോൾ ഈ ലോട്ടറി അടിച്ചതിന് ശേഷം എന്നെ കൊണ്ട് അത് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ 10-21 പേർക്ക് അവിടെ എനിക്കിപ്പോൾ ഒരു ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. കാരണം ഇനി കുറച്ച് പേർക്ക് ജോലി കൊടുക്കണം, സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യണം. അതൊക്കെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അതൊക്കെ എനിക്കിപ്പോൾ നടക്കുന്നുണ്ട്. അതെല്ലാം ഈ ലോട്ടറി അടിച്ചത് എനിക്ക് ഉണ്ടായ ഒരു ഇതാണ്. പലരും ലോട്ടറിയെ പറ്റി പല കുറ്റങ്ങളും പറയുന്നുണ്ട്. ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ആ പൈസ നമുക്ക് മുതലാവില്ല, നശിച്ചു പോകും, ലോട്ടറി അഴുകിയതാണ്, അങ്ങനെ പല ആൾക്കാർ പല രീതിയിൽ പറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ചോളം എനിക്കിപ്പോൾ വലിയൊരു ഭാഗ്യമാണ് കിട്ടിയത്. കാരണം സ്വപ്നം കൂടെ കാണാൻ പറ്റില്ല. ഇത് ലോട്ടറി വിൽപ്പന നടത്തി ഉപജീവനം നടത്തുന്ന 10,000-കണക്കിന് ആളുകളാണ് കേരള ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. ഓരോ ദിവസവും നിരവധി ഭാഗ്യശാലികളെ സൃഷ്ടിക്കുന്ന ലോട്ടറി വകുപ്പ് 10,000-കണക്കിന് സാധാരണക്കാരുടെ ജീവിതത്തിൽ അത്താണിയായി മാറുന്നു. ഒപ്പം നികുതി ഇനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും വരുമാനം ലഭിക്കുന്നു. ലളിതമായ നടപടിക്രമങ്ങളിലൂടെ ഒരാൾക്ക് ഏജൻസി എടുക്കാവുന്നതാണ്. 18 വയസ്സ് പൂർത്തിയായ ഏതൊരാൾക്കും ബന്ധപ്പെട്ട ജില്ലാ ലോട്ടറി ഓഫീസിൽ നിന്നും ഏജൻസി എടുക്കാം. 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നിശ്ചിത ഫീസും അടക്കമാണ് അപേക്ഷിക്കേണ്ടത്. 2 വർഷം കൂടുമ്പോൾ ഏജൻസി പുതുക്കണം. ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമത്തിനായി ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡും ഇന്ന് ഫലപ്രദമായി പ്രവർത്തിക്കുന്നു. തമ്പാനൂർ KSRTC കെട്ടിടത്തിലാണ് ക്ഷേമനിധി ബോർഡ് സംസ്ഥാന ഓഫീസ്. തിരുവനന്തപുരത്തെ ജില്ലാ ഓഫീസും തൊട്ടടുത്തുണ്ട്. മറ്റ് ജില്ലകളിലും ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡുകൾ പ്രവർത്തിക്കുന്നു. പ്രതിമാസ വരിസംഖ്യ ജില്ലാ ക്ഷേമനിധി ഓഫീസിൽ ഒടുക്കി അംഗത്വമെടുക്കാം. അംഗങ്ങൾക്കുള്ള വിവിധ ധനസഹായ വിതരണമാണ് ക്ഷേമനിധിയുടെ പ്രധാന പ്രവർത്തനം. ഇത് സംബന്ധിച്ച വിശദ വിവരങ്ങൾ ക്ഷേമനിധി ഓഫീസുകളിൽ നിന്ന് നേരിട്ടും ക്ഷേമനിധി വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ്. ഇത്തരത്തിൽ നിരവധി പേരാണ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയിലൂടെ ജീവിതമാർഗം കണ്ടെത്തുന്നത്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി വിശ്വസ്തം, സുതാര്യം, ജനകീയം.